ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ലീവൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. നല്ല മഴയാട്ടോ, പുറത്ത് പെരും മഴയാണ്. രാത്രിയൊക്കെ നിർത്താതെ മഴ പെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിന് തന്നെ വന്ന് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം കിച്ചണിൽ പോയി വയ്ക്കുന്നത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നല്ല ഇഡ്ഡലിയും ചട്നിയും തക്കാളി ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പർ ഫേവറേറ്റാണ് കേട്ടോ ഇഡ്ഡലിയും തക്കാളി ചമ്മന്തിയൊക്കെ. അപ്പോൾ എന്തായാലും ഇഡ്ഡലിയും തക്കാളി ചമ്മന്തിയും ചട്നിയൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി. അങ്ങനെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാവരും എണീറ്റ് വന്നിട്ട് അവരും കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ഇട്ടു, എന്തായാലും ലീവാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. പെരിന്തൽമണ്ണ പോവാം, പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണ് എന്തൊക്കെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണ പോവാട്ടോ ആദ്യം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് ഒരു 10 മണി ആ സമയത്താണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണ പോവാം. ആദ്യം നെസ്റ്റോയിൽ പോകണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ എന്തായാലും കാണിക്കാം. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഉടുപ്പ് വാങ്ങാൻ പോകണം. ഇത് പോണ വഴിയിലൊരു പുഴയാണ് കേട്ടോ, കണ്ടില്ലേ, നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ ഇത് നന്നായിട്ട് കവിഞ്ഞൊഴുകിയിരുന്നു. ഇത് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ, കാരണം അങ്ങനെ മഴ ചെയ്യുന്നില്ലേ. അപ്പം ഞങ്ങളിപ്പോൾ പെരിന്തൽമണ്ണ എത്താനായിട്ടുണ്ട്. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനെ കാര്യമായിട്ട് വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല, പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ആ ഒരു സമയത്താണ് എത്തിയത്, ഉച്ചയുടെ മുമ്പൊക്കെയാണ് എത്തിയത്. വലിയ തിരക്കൊന്നും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈവനിങ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും, നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ വരെ സ്പേസ് ഉണ്ടാവില്ല, അങ്ങനെ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് വന്നതാണ്, ആ സമയത്ത് ഫുള്ളൊന്നും ചുറ്റാനും ഒന്നിനും പറ്റിയില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ മെയിൻ എന്താണ് നമ്മുടെ ഫുഡിങ്. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം, ഇതൊന്നും തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഞങ്ങളിതാ ഇനി ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോട്ടെ, അവിടെ എന്തൊക്കെയുണ്ട് ഒക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. ഇതാ ഇവിടെ ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. എന്തൊക്കെയോ ഒരുപാട് വിഭവങ്ങളുണ്ട്. ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ, അൽഫാം, ഷവായ, ഫ്രൈഡ് ചിക്കൻ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, നൂഡിൽസ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഹാഫ് കെ ജി ചിക്കൻ ബിരിയാണിയും ഹാഫ് കെ ജി ബീഫ് ബിരിയാണിയും വാങ്ങി, പിന്നെ കുറച്ച് വെജിറ്റബിൾ സാലഡും കട്ട് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിന്ന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ രണ്ട് പോർഷനേ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണിയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് സെക്ഷനിൽ നിന്ന് പോന്നു. ഇനി ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. അവിടെ ഡ്രസ്സും പിന്നെ കുറച്ച് ടോയ്സ്, അങ്ങനത്തെ കുറച്ച് വേറെ എന്തൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ പിന്നെ ഇത് കൂടെ ഒക്കെ ഒന്ന് വെറുതെ നടന്ന് കാണാണ്. പർച്ചേസിങ് ഒന്നുമില്ല കേട്ടോ ഇനി കാര്യമായിട്ട്, ജസ്റ്റ് എല്ലാം ഒന്ന് കാണാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ അല്ല ഫുഡിൻ്റെ സെക്ഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീട്ടിലേക്ക് 2 ബൗൾ സാലഡ് വാങ്ങിച്ചിട്ടോ, വെജിറ്റബിൾ സാലഡ് വാങ്ങിച്ചു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ആ സാലഡ് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാലഡ്. പിന്നെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ് കേട്ടോ.
അവിടെ ടീഷർട്ടിനും ഷർട്ടിനും അങ്ങനെ ലേഡീസിൻ്റെ ടീഷർട്ടിനൊക്കെ ഓഫറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് പോയി നോക്കാം. അവിടുന്ന് ഞങ്ങൾ ടീഷർട്ടും ഷർട്ടൊക്കെ വാങ്ങിച്ചു. ഷർട്ട് അങ്ങനത്തെ കേട്ടോ വാങ്ങിച്ചത്. അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് പിന്നെ അതുകൊണ്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ നേരെ തിരിച്ചെത്തി. സാധനങ്ങളൊക്കെ കാറിൽ കയറ്റി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോൾ അടിപൊളി എന്താ പറയുക, പെരും മഴയായിരുന്നു കേട്ടോ തിരിച്ചു പോരുമ്പോൾ. അപ്പോൾ എന്തായാലും തിരിച്ചു പോകുന്നത് പൂർണ്ണ വഴിയുള്ളൊരു നല്ല അടിപൊളി ഒരു വ്യൂ ഇട്ടപ്പോൾ വീഡിയോ എടുത്താട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ